ഞാൻ ഈ ചർച്ചയുടെ വേഗവും അതുപോലെ ഉത്തരവിന്റെ വേഗവും ഒക്കെ ഒന്ന് ആലോചിച്ചൊന്ന് ചിരിച്ചു പോകായിരുന്നു. ആൻഡോ സാർ ഈ വാദിക്കുന്നതൊക്കെ അങ്ങ് വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു കാര്യം അങ്ങയുടെ ആദ്യം പറയാം. ഈ മദ്യ കമ്പനിക്ക് വേണ്ടി ഒയാസിസിന് വേണ്ടി 24 മണിക്കൂറിനുള്ളിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ്. അതും ആ കമ്പനിയെ വാഴ്ത്തിപ്പാടിക്കൊണ്ടുള്ള ഉത്തരവ്. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വിശദീകരിച്ചുകൊണ്ട് അങ്ങ് പറഞ്ഞതുപോലെ അതെല്ലാം അതിലുണ്ട് കേട്ടോ. ആ ഉത്തരവിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആൻഡോ സാർ സംസാരിച്ചത്. ഞാൻ അതിനെ മാനിക്കുന്നു. പക്ഷേ ഈ വയനാട് പുനരധിവാസം അതാണല്ലോ നമ്മളെയൊക്കെ ബാധിക്കുന്ന, നേരിട്ട് നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ പറഞ്ഞോട്ടെ. അതെനിക്ക് ചേനക്കാര്യമല്ല സാർ, അതാണ് എനിക്ക് ആനക്കാര്യം. എനിക്ക് ആനക്കാര്യം വയനാട് പുനരധിവാസമാണ്. ഞാൻ പറയട്ടെ, വയനാട് പുനരധിവാസമാണ് എനിക്ക് വലുത്. വയനാട് പുനരധിവാസത്തിന് വേഗത വരേണ്ടതാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമല്ല. പാക്കേജുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചല്ലോ, ഉത്തരവിറക്കിയതിന്റെ വേഗതയെ കുറിച്ചാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങ് സർക്കാരിനെ സപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ എന്തായാലും ഈ തീരുമാനത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ വേഗത എന്ന് പറയുന്നത് കൃത്യമായി റോക്കറ്റ് വേഗത്തിലാണ് ഈ മദ്യക്കമ്പനിക്ക് വേണ്ടി ചലിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. മന്ത്രിസഭാ യോഗം ചേരുന്നു, 24 മണിക്കൂറിനുള്ളിൽ ഉത്തരവിറങ്ങുകയാണ് ഒയാസിസ് കമ്പനിക്ക് വേണ്ടി. ഈ സ്പീഡ് വയനാടിന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് ഞാൻ പറയാൻ കാരണം, വയനാടിനായി ജനുവരി 1 ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത് 15-ാം തീയതിയാണ്. 2 ആഴ്ച സമയമെടുത്തു. ആ വേഗത കുറവ് അത് കേരളം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ പാവപ്പെട്ടവനെ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യന് പുനരധിവാസം ഉണ്ടാക്കി കൊടുക്കുന്നതിന് കോടതി കയറേണ്ടി വരികയാണ്, കോടതിയിൽ ചർച്ചയാവുകയാണ്. പക്ഷേ ഇവിടെ എന്തൊരു വേഗതയാണ്! ആ വേഗത കേരളം ചർച്ച ചെയ്യുക തന്നെ ചെയ്യും, ജനത്തിന് മനസ്സിലാവുകയും ചെയ്യും. പാലക്കാട്ടെ ഈ വേഗം വയനാട്ടിൽ ഇല്ല സാർ. സാർ എത്രയുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. എനിക്ക് വലുത് വയനാട്ടിലെ പുനരധിവാസം തന്നെയാണ്, ഈ മദ്യക്കമ്പനി അല്ല. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. അങ്ങ് പറഞ്ഞതുപോലെ ഇവിടെ ഈ വളരെ നിഷ്കളങ്കമായിട്ടാണ് ആൻഡോ സാർ വാദമുഖങ്ങളൊക്കെ പ്രസന്റ് ചെയ്തത്. സർക്കാരിന്റെ ആ ഉത്തരവിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങ് പറഞ്ഞതും. ഇതിൽ 26 ഏക്കർ സ്ഥലം ഒയാസിസ് വാങ്ങിയത് 2 വർഷം മുൻപ്. ഈ സ്ഥലം വാങ്ങിയത് ഒരു കോളേജ് വരുമെന്നാണ് അവിടുത്തുകാരൊക്കെ കേട്ടതെന്നാണ് അവിടെ നിന്നും പല പ്രതികരണങ്ങളിലൂടെ ഞാൻ കണ്ടത്. ഒരു കോളേജ് വരുമെന്ന് വെച്ചിട്ടാണ് ആ കോളേജ് വരുന്നത്. അതിൻ്റെ ഒരു കഥ പറയാം. ഇപ്പം ഇന്ന് രാവിലെ ഒരു ചാനലിൽ ഒരു കോളേജിൻ്റെ സ്ഥലം കാണിക്കുകയാണ്. സ്ഥലം കാണിച്ചിട്ട് പറയുകയാണ്, ഇത് പ്രമുഖ ചാനലാണ്. ആ പ്രമുഖ ചാനലിൽ കോളേജിൻ്റെ സ്ഥലം കാണിച്ചിട്ട് ഇതാണ് ബ്രൂവറി എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുകയാണ്. ഇന്ന് ഇക്ബാൽ നമ്മുടെ പാലക്കാട് റിപ്പോർട്ടറെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്, ഇവിടെ ബ്രൂവറി ഒന്നും വരുന്നത്, ഇതിൻ്റെ പുറകിൽ വേറൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. 24 ഏക്കർ കോളേജിൻ്റെ പുറകിലാണ്. ഞാൻ പറയുന്നത് ഈ വാർത്തയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ശൈലിയാണ് ഞാൻ പറയുന്നത്. കോളേജിൻ്റെ ഞാൻ ആ പ്രമുഖ ചാനലിൻ്റെ വാർത്തയെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ആ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ ആ നാട്ടുകാർ, അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിനൊരു പ്രസിഡന്റ് ഉണ്ടല്ലോ സാർ, ആ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഈ പറയുന്ന ബ്രൂവറി കുറിച്ച് അറിയുന്നത് തന്നെ ഇപ്പോഴാണ്. 2 കൊല്ലമായിട്ട് അവിടെ സ്ഥലം വാങ്ങിയിട്ടിരിക്കുകയാണ്. ഈ ബ്രൂവറി വരുന്നതിന് മുന്നോടിയായി 6 മാസം മുൻപ് വ്യവസായ വകുപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു കാര്യം ചോദിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിക്കുമല്ലോ. അപ്പോൾ അതിൽ വ്യവസായ വകുപ്പ് ഓൺലൈനായിട്ട് ചോദിച്ചു, എന്തെങ്കിലും പരാതി, നാട്ടുകാരുടെ പരാതി വല്ലതും കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു, അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് വരുന്നില്ല, പരാതിയില്ല എന്ന് പറയുന്നു. അപ്പോൾ മുതൽ വ്യവസായ വകുപ്പ് ഈ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അതായത് കഴിഞ്ഞ മാസമൊന്നുമല്ല, ഒരു 6 മാസമായി ഇതിന്റെ പരിപാടികളെല്ലാം ബിഹൈൻഡ് ദ സ്ക്രീൻ കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിനെ അറിയിക്കാതെയാണ് ഈ മന്ത്രിസഭാ തീരുമാനം വരുമ്പോഴാണ് ആ പഞ്ചായത്ത് അത് അറിയുന്നത്. കണ്ട് ഞെട്ടി നിൽക്കുകയാണ്, ഇവിടെയാണോ ഈ ബ്രൂവറി വരുന്നത് എന്നതിനെക്കുറിച്ച്. ഇത് പറഞ്ഞത് വേറെ പ്രമുഖ ചാനലൊന്നുമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബുവിന്റെ പ്രതികരണമാണ് ഞാൻ കണ്ടത്. അവർ ഇതുവരെ അത് തിരുത്തിയിട്ടുമില്ല, പഞ്ചായത്ത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണോ ഉണ്ണി സാർ പറഞ്ഞതുപോലെ പഞ്ചായത്തിനെ വ്യവസായ വകുപ്പ് മുഖേന നേരിട്ട് ലൈസൻസ് ഏറ്റെടുത്ത് ഒരു പദ്ധതി നടപ്പാക്കുമ്പോൾ പഞ്ചായത്തിനെ അറിയിക്കേണ്ട, അങ്ങനെ ഒരു ചട്ടവുമുണ്ട്. അതിവിടെ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് വസ്തുത. 3 വർഷത്തിനകം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അന്ന് ഈ ബ്രൂവറിയൊക്കെ അവിടെ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താലും മതിയല്ലോ. അതല്ലാതെ നേരത്തെ പൂട്ടി പോവുകയാണെങ്കിൽ അത് തേടുകയും വേണ്ട. അവിടെ ജനങ്ങളുടെ ജനഹിതം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഏത് പ്രദേശത്താണോ ഒരു പുതിയ വ്യവസായ യൂണിറ്റ് സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടപ്പാക്കുന്നത്, അവിടുത്തെ ജനഹിതം തേടണം. നാട്ടുകാരുടെ അഭിപ്രായം അത് നേരിട്ട് ബാധിക്കുന്ന, അവിടെ കർഷകർക്ക് പ്രയോജനം ഉണ്ടാകും, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ തൊഴിൽ ബ്രൂവറിയിലെ അല്ലെങ്കിൽ ഈ സോക്കോൾഡ് മദ്യ നിർമ്മാണശാലയിലെ തൊഴിൽ വേണോ എന്ന് നാട്ടുകാർ പറയണം. ഞങ്ങളുടെ വെള്ളവും ഞങ്ങളുടെ വിഭവങ്ങളും ചൂഷണം ചെയ്തുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു കമ്പനിക്ക് വന്ന് ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങാൻ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് ആ നാട്ടുകാർ പറയണം. പ്ലാച്ചിമട പോലെ ആവർത്തിക്കേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ജനഹിതം തേടിയിട്ടില്ല, ആരെയും അറിയിച്ചിട്ടില്ല. ഉത്തരവിന്റെ ഒരു മിന്നൽ വേഗം എങ്ങനെയാണ് എന്നുള്ളത് ഉത്തരവിറങ്ങുമ്പോൾ നമ്മൾ കാണുകയാണ്. ഇനി അവിടുത്തെ കുടിവെള്ളക്ഷാമം, കുഴൽക്കിണറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞു. ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകും എന്നുള്ളത് എല്ലാ ജിയോളജിസ്റ്റുകളോടും ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുന്ന കാര്യമാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുകയാണെങ്കിൽ അവിടെ കുടിവെള്ളക്ഷാമം ഉണ്ടാകും. അവിടെ കനാൽ വെള്ളത്തെ കുറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ പറയട്ടെ, അല്ലല്ല ഞാനൊന്ന് പൂർത്തിയാക്കിയോടെ ഉണ്ണി സാർ എന്റെ ആശയം എനിക്ക് പൂർത്തിയാക്കണം, അതിനുശേഷം അങ്ങേക്ക് ഇടപെടാം. ഇനി ഈ മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസിന് സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിന് അനുമതി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ കേരളത്തിലേക്ക് വന്നത്. അല്ലാതെ അവർക്ക് ഈ ബോട്ട്ലിംഗ് പ്ലാന്റിന് വേണ്ടി എന്തിനാണ് കേരളം?
അവർക്ക് മറ്റിടങ്ങളിൽ അത് നടത്താം. കേരളത്തിലേക്ക് അവർ വന്നത് ഈ സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റിന് പാലക്കാട്ട് അവർ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്ത് അനുമതി കിട്ടും എന്ന് അറിഞ്ഞുകൊണ്ടാണ് സ്ഥലം വാങ്ങിച്ചത്. 2 വർഷം മുൻപേ അവർക്കറിയാം ഇത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങൾക്ക് കിട്ടും. അതിപ്പോൾ കിട്ടിയിരിക്കുന്നു. അത് വളരെ കൃത്യമായി സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തന്നെയാണ്. സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റ് തന്നെയാണ് അവിടെ വരാൻ പോകുന്നത്. സ്പിരിറ്റ് ആണ്. നമ്മൾ എന്തിനാണ് അതെനിക്ക് മനസ്സിലായി. ഞാനൊരു മിനിറ്റ് പറയട്ടെ. അല്ല ഞാനത് പറഞ്ഞ ഇത് പറയുന്നതിൽ തെറ്റുണ്ടാവും. തെറ്റല്ല, ശരിയാണ്. പൂർത്തിയാക്കട്ടെ സാർ. അല്ല, ഒരു സെക്കൻഡ്. ഈ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറച്ച് മാത്രമേ പറ്റുള്ളൂ. കാരണം അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു കുപ്പി വെള്ളത്തിനേക്കാളും കുറച്ചാണ് ഉണ്ടാക്കാൻ പറ്റുക. ഒരു കുപ്പി വെള്ളം ഉണ്ടാക്കി വിറ്റിട്ടുണ്ടെങ്കിൽ 15 രൂപ കിട്ടും. അല്ല, ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഞാനത് പൂർത്തിയാക്കട്ടെ, അല്ലെ പ്രേക്ഷകർക്ക് ആശയം മിസ്സാവും. അതുകൊണ്ടാണ് അങ്ങ് ഇടപെട്ടോളൂ. ഞാനിതൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അങ്ങയുടെ എല്ലാ സംശയത്തിനും ഞാൻ മറുപടി തരാം. ഈ വിഷയത്തിലെ എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ മറുപടി തരാം അങ്ങയുടെ ചോദ്യങ്ങൾക്ക്. എന്തായാലും ഈ ബ്രൂവറി ആരംഭിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യും. കാർഷിക മേഖലയിൽ നിന്നുള്ള എന്തൊക്കെയാ ഉപയോഗശൂന്യമായ അരി, ചോളം, അങ്ങനെയല്ലേ ആൻഡ്രോ സർ, പച്ചക്കറി വേസ്റ്റ്, മരച്ചീനി സ്റ്റാർച്ച്, ഇതൊക്കെ കമ്പനി മദ്യനിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കും. ഇതെല്ലാം അവിടെയുള്ള ആ പഞ്ചായത്തിലെ കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അതാണ് ആ ഉത്തരവിന്റെ സാരാംശമായി നമ്മൾ കാണുന്നത്. അപ്പോൾ കാർഷിക മേഖലയിൽ നിന്ന് പർച്ചേസ് വരുന്നു എന്നത് കണ്ട് കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടും. ഇനി റീസൈക്ലിംഗ് വഴി ജല അതോറിറ്റി, അതായത് മഴവെള്ള സംഭരണം അടക്കമുള്ള കാര്യങ്ങളിലൂടെ റീസൈക്ലിംഗ് വഴി ജല അതോറിറ്റിയാണ് ഈ വെള്ളം ഉറപ്പാക്കുക. അതിനാണ് ഈ കരാറായിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒയാസിസ് എന്ന് പറയുന്ന സിംഗിൾ കമ്പനിയെ ചൂസ് ചെയ്തത് എങ്ങനെയാണ്? അവരങ്ങോട്ട് പോയി ആവശ്യപ്പെട്ടു, ഞങ്ങൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്കിവിടെ ഇങ്ങനെ ഒരു യൂണിറ്റ് തുടങ്ങണം. അങ്ങനെയല്ലല്ലോ ഈ നയപ്രകാരമാണെങ്കിലും കാര്യങ്ങൾ പോകേണ്ടത്. ടെൻഡർ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് പ്രതിപക്ഷം കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇവിടെ കേരളത്തിലെ ഡിസ്റ്റിലറികളുടെ ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിനെ കുറിച്ചാണല്ലോ സാർ പറഞ്ഞത്. കേരളത്തിൽ 17-ലധികം ഡിസ്റ്റിലറികൾക്ക് ഈ ENA ഉൽപ്പാദനത്തിന് ലൈസൻസ് നൽകിയിട്ടുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ മലബാർ ഡിസ്റ്റിലറീസ് ഉണ്ട്. എന്തുകൊണ്ട് ഈ ഒരു യൂണിറ്റ് മലബാർ ഡിസ്റ്റിലറീസിലേക്ക് പോകുന്നില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതോടൊപ്പം ഈ സാർ പറഞ്ഞ വെള്ളത്തിൻ്റെ കണക്കിലേക്ക് വരാം. 1 ലിറ്റർ മദ്യം അല്ലെങ്കിൽ 1 ലിറ്റർ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് 5 മുതൽ 6 ലിറ്റർ വരെ വെള്ളം വേണം. അതിൽ ക്ലീനിങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് 2 മുതൽ 3 വരെ ലിറ്റർ വേണം. ഞാൻ 1 ലിറ്ററിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതിനെ കുറിച്ചും പൈപ്പ് ഇടുന്നതിനെ കുറിച്ചൊക്കെയാണല്ലോ അങ്ങ് നേരത്തെ പറഞ്ഞത്. ശരി, അങ്ങനെ എടുക്കാതെ വെള്ളം കിട്ടുമെന്നുള്ളത് നമുക്കൊരു അസംഷനായി ഒരു ഭാഗത്ത് വെക്കാം. സംഭവിക്കാൻ പോകുന്നത് മലമ്പുഴ ഡാമിൽ നിന്ന് തന്നെയായിരിക്കും ഇതിനാവശ്യമായ വെള്ളം കൊണ്ടുവരിക എന്നുള്ളതാണ്. മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് നിലവിൽ യുണൈറ്റഡ് ബ്രൂവറീസിന് കൊടുക്കുന്നത്. അവിടെയുള്ളതാണ് യുണൈറ്റഡ് ബ്രൂവറീസിന് കൊടുക്കുന്നത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളമാണ്. അപ്പോൾ പല പഞ്ചായത്തുകൾ, ഒന്നിലധികം എന്നല്ല 10-ലധികം പഞ്ചായത്തുകളിലെ കുടിവെള്ളം, അതുപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ രണ്ടാം വിള, ഇതിനെല്ലാം ഈ മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം വേണം സാർ. അവിടെയുള്ള കർഷകന് അവൻ്റെ കയ്യിൽ നിന്ന് എന്തൊക്കെയായിരുന്നു അരിയും ചോളവും പച്ചക്കറി വേസ്റ്റും മരച്ചീനിയും വാങ്ങിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ഇത്രയും പഞ്ചായത്തുകളിലെ കൃഷി രണ്ടാം വിളയടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു വസ്തുത എവിടെയുണ്ട്. അവിടെ 2 ഡിസ്റ്റിലറി ഇതിനകം തന്നെ പൂട്ടിപ്പോയിട്ടുണ്ട്. കേരള ഡിസ്റ്റിലറിയും MP ഡിസ്റ്റിലറിയും. മാത്രമല്ല ഈ കുടിവെള്ളം വെള്ളം എത്തിക്കും. അത് എവിടം വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതി ആസൂത്രണം ചെയ്യുന്ന, നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന, ഒയാസിസ് ഏറ്റെടുത്തിരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടുന്ന ഇടത്തടക്കം ഈ ജൽജീവൻ മിഷൻ പൂർണ്ണമായി ഇതുവരെ സർക്കാർ നടപ്പാക്കിയിട്ടില്ല. എലപ്പുള്ളിയിലും തൊട്ടടുത്തുള്ള പുതുശ്ശേരി പഞ്ചായത്തിലും പൂർണ്ണമായി സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് സാർ പറഞ്ഞ പൈപ്പ്? ആ പൈപ്പ് വരണ്ടേ? പൈപ്പ് വരണമെന്നുണ്ടെങ്കിൽ അതാണ് ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ പൂർത്തിയാക്കാതെ എങ്ങനെയാണ് സാർ പൈപ്പ് ഇടുക? ആൻഡ്രോ സാർ, ആ പൈപ്പ് ഇടുന്നതിനെ കുറിച്ച് സാർ പറഞ്ഞോ, ഞാൻ ബാക്കി കൂടെ പൂർത്തിയാക്കാം. പിന്നെ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മൾ പുതുശ്ശേരിയിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ കുടിവെള്ളത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും, അത് തലച്ചുമടായിട്ട് കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണും. അവിടെ മയ്യത്ത് കുളിപ്പിക്കാൻ വരെ പൈസ കൊടുത്ത് പണം വാങ്ങിയിട്ടുണ്ട് പുതുശ്ശേരിയിൽ. അത്രയും വെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന മനുഷ്യരുള്ള ഒരിടത്താണ് ഞങ്ങൾ മദ്യനിർമ്മാണ യൂണിറ്റ് കൊണ്ടുവരുന്നു. 1ാം ഘട്ടത്തിൽ ഞങ്ങൾ അവിടെ കുപ്പി ഉണ്ടാക്കും, 2ാമത്തെ ഘട്ടത്തിൽ ഞങ്ങൾ സ്പിരിറ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാവം മനുഷ്യരുണ്ടല്ലോ അപ്പോൾ ആട്ടിപ്പായിക്കും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. 500 കിലോലിറ്റർ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, വർഷത്തിൽ 330 ദിവസം പ്രവർത്തനം. ഇത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നുണ്ടോ? പാലക്കാട്ട് ഇത് നടക്കാനായിട്ട് അവിടെ സമ്മതിക്കുമോ? ഈ പ്ലാച്ചിമടയ്ക്ക് ശേഷമുള്ള മറ്റൊരു സമരമുഖം തുറക്കൽ തന്നെയായിരിക്കും ഈ ഒയാസിസ് നേരിടേണ്ടി വരിക എന്നുള്ളത് വ്യക്തമാണ്. ഇനി ആ ഡിസ്റ്റിലറീസിൻ്റെ കണക്ക് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഈ കേരളത്തിലെ എല്ലാ ഡിസ്റ്റിലറികളിലും കൂടെയുള്ള ഉൽപ്പാദന ശേഷി, എല്ലാ ഡിസ്റ്റിലറികളിലും കൂടെ ആകെ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ 53% മാത്രമാണ്. അപ്പോഴാണ് ഇവിടെ പറയുന്നത് 330 ദിവസവും പ്രവർത്തനം ഉണ്ടാകും, അതായത് ഹൈ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാകുമെന്ന് കാണിച്ച് പറ്റിക്കുകയാണ്. നടക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ,
പറയട്ടെ, കേരളത്തിൽ ഇപ്പോഴുള്ള ഡിസ്റ്റിലറികളിൽ കാണിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും നടക്കുന്നതും എത്രയാണ്? അതായത് പ്രസന്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് 10,000 മാത്രമാണ്. 1,00,000 പറഞ്ഞിടത്ത് സൗത്ത് ട്രാവൻകൂർ ഡിസ്റ്റിലറീസ് നെയ്യാറ്റിൻകര അവിടെ നടക്കുന്നത് 10,000 മാത്രമാണ്. അതുപോലെ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് തിരുവല്ല അവിടെ മാത്രമാണ് കൃത്യമായി പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കാര്യങ്ങൾ നടക്കുന്നത്. മറ്റിടങ്ങളിലേക്ക് നമുക്ക് വരാം. യുണൈറ്റഡ് സ്പിരിറ്റ്സിലെ കേരളത്തിൽ വിറ്റുപോകുന്ന 35% മദ്യം അത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന പറയുന്ന കമ്പനിയുടെ ബ്രാൻഡ്സ് ആണ്, സാറിന് അറിയാമല്ലോ. അപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഡിസ്റ്റിലറികൾ യുണൈറ്റഡ് ഡിസ്റ്റിലറി ചേർത്തല, യുണൈറ്റഡ് ഡിസ്റ്റിലറി പാലക്കാട്, ഇത് രണ്ടും ക്ലോസ്ഡ് ആണ്. കറന്റ് സ്റ്റാറ്റസ് അതായത് 2022 ഈ ഒയാസിസ് സ്ഥലം വാങ്ങുന്ന വേളയിൽ ഇതിന്റെ രണ്ടിന്റെ ഡിസ്റ്റിലറി പൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചിത്രം ക്ലിയർ ആയല്ലോ ഉണ്ണി സാർ. അത് യുണൈറ്റഡിന്റെ കൃത്യമായി പറയട്ടെ. അപ്പോൾ ഇവരുടെ സ്വന്തം കമ്പനിയിൽ ഉൽപാദന ചെലവ് കൂടുതലാണ്, അതുകൊണ്ടാണ് അവരത് പൂട്ടി ഇട്ടിരിക്കുന്നത്. മാത്രമല്ല പുറത്തു നിന്നുള്ള ഡിസ്റ്റിലറിയിലെ മദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിവിടെ ബോട്ടിൽ ചെയ്യുന്നത് പോരാ. മദ്യ കമ്പനികൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾക്കത് ഭയങ്കര ചെലവാണ്. അതാണ് സർക്കാരിനെ ഇപ്പോൾ ഈ ഒയാസിസിനെ ക്ഷണിച്ചു വരുത്തിയതിന് പിന്നിലെ മൂല കാരണം എന്നതുകൂടി അങ്ങ് തിരിച്ചറിയണം. ഇനി കേരളത്തിൽ 8% മദ്യം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. കേരളത്തിൽ പുതിയ ഡിസ്റ്റിലറി വന്നാൽ തൊഴിൽ വർധനവുണ്ടാകും, നികുതി ഇനത്തിൽ വരുമാനം കൂടും എന്നൊക്കെ പറയുന്ന ആ ഒരു വാദം കൂടിയുണ്ടല്ലോ. ഇതിനോടൊപ്പം തന്നെ സർക്കാർ MP രാജേഷ് പറയുന്നത് പക്ഷേ ഈ പൂട്ടിക്കിടക്കുന്ന ഡിസ്റ്റിലറികളിൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ പോലും ഒരു നടപടിയും ഇതുവരെ 2 വർഷം മുമ്പത്തെ കാര്യമാണ്, ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ തൊഴിലെന്ന് പറയുന്നത്, കാർഷിക മേഖലയ്ക്ക് ഉണർവെന്ന് പറയുന്നത്, വെള്ളം കൊണ്ടുവരുമെന്ന് പറയുന്നത്, അതൊക്കെ എങ്ങനെ നടപ്പാക്കും? അതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ പരത്തി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈ ഉത്തരവിറക്കാൻ കാണിച്ച വേഗമൊന്നും ജനത്തെ പറ്റിക്കാൻ കാണിച്ചിട്ട് കാര്യവുമില്ല. ജനത്തിന് കാര്യം അറിയണം, ജനം ഇത് ചർച്ച ചെയ്യും എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.